ഹലോ, ഇന്ന് എനിക്കും അനുജനും ഓഫീസിൽ പോകണ്ട കേട്ടോ. ഇന്നൊരു ഹോളിഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിലോട്ട് പോകാമെന്നൊന്ന് വിചാരിച്ചു. അങ്ങനെ കേശുവും ഞാനും അനുജനും കൂടി അമ്പലത്തിൽ പോയിട്ടാ. കേശു ഇപ്പോൾ ഇങ്ങനെയാണ്, കൈ പിടിച്ചാൽ കിട്ടേയില്ല, ഫ്രണ്ടിലോട്ട് ഓടിപ്പോയി നിന്നിട്ട് തിരിഞ്ഞു നോക്കും ഞങ്ങളുണ്ടോയെന്ന്. ഇത് തന്നെ ഇപ്പം എവിടെ പോയാലും ഇത് തന്നെ, മുന്നേ അങ്ങ് കയറി ഓടും. അവൻ അമ്പലത്തിൽ വന്നത് മീനിനെ കാണാനാട്ടോ. തൊഴുതിറങ്ങിയിട്ട് ദേ ഓടുന്നുണ്ട്, മീനിന് പൊരി കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനും അനുജനും കൂടി അടുത്ത കടയിൽ നിന്ന് പൊരി വാങ്ങിയിട്ട് മീനിന് പൊരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഭഗവാനെ കണ്ടൊരു സന്തോഷത്തിലായിരുന്നു. ഈ സന്ധ്യാസമയത്ത് അമ്പലത്തിൽ വരുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ ലുലുവിലോട്ട് പോയാലോ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ അപ്പോൾ തന്നെ ലുലുവിലോട്ട് തിരിച്ച്. അവധി ദിവസമാണ്, നല്ല തിരക്കായിരിക്കും എന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. അവിടെ ചെന്നപ്പോൾ കേശുവിന് ഫ്രൈഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് അൽബായ്ക്ക് പോയി ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാ. പിന്നെയാണ് സംഭവം, ദൈവമേ ഇവൻ എൻ്റെ കൈ വിട്ട് എങ്ങോട്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഓടി. ഈശ്വര, ഞാൻ ആ നിമിഷമില്ലേ ചത്തതുപോലെ ആയിപ്പോയി. ഞാൻ പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോനെ കാണാനില്ല. അപ്പോൾ അവരൊന്നും ചേച്ചി പാനിക് ആവണ്ട, നമുക്ക് കസ്റ്റമർ കെയറിൽ പറയാം, CCTV നോക്കാമെന്ന്. ഞാനങ്ങനെ നോക്കുമ്പോൾ ഇവൻ ദേ നടന്ന് വരുന്നു ഞങ്ങളെ നോക്കി നോക്കി. ഞാൻ കിട്ടിയപാടെ നല്ല വഴക്ക് കൊടുത്തു. അതാട്ടോ ഇവൻ എൻ്റെ അടുത്തുപോലും നോക്കാതെ അർജൻ്റെ തോളിലായിരുന്നു. പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നതേ ഇല്ല. എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒന്നിച്ച് വന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്യും ഇവനെ കാണാതിരുന്ന. ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവനെ കാണാതായ ഒരു 3 മിനിറ്റ് ഇവർ എൻ്റെ അടുത്ത് മിസ്സായി എന്ന് കണ്ടപ്പോഴേ പെട്ടെന്ന് അവർ ചോദിക്കണേ കുട്ടി ഇടുന്ന ഡ്രസ്സിൻ്റെ കളർ ഏതാണെന്ന്. എനിക്ക് പ്രഷർ കാരണം ഞാൻ ആ ഡ്രസ്സിൻ്റെ കളർ പോലും മറന്നുപോയി. ഞാൻ നന്നായിട്ട് പേടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. ബൈ.